പള്ളിപ്രസംഗം പുറത്തു വന്നാൽ എന്താകുമെന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആർ വി ബാബു ബാലകൃഷ്ണപിള്ള പറയുകയായിരുന്നു, ഇതൊരു സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് ആ സമുദായത്തിലെ മാത്രം ആളുകളുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ മാത്രമല്ല ചെയ്യാറ്, ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലുമെല്ലാം സമാനമായ പ്രസംഗങ്ങൾ നടക്കാറുണ്ട്. അതെന്തെങ്കിലും പുറത്തു വരുമോ, പുറത്തു വന്നാൽ ഇതാകുമോ സ്ഥിതി എന്നാണ്. ഇത് മതിയായൊരു പ്രതിരോധമാണോ? കാരണം ഏതെങ്കിലും ഒരു ഇമാമിനെയോ ഏതെങ്കിലും ഒരു പുരോഹിതനെയോ പോലെയല്ല ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ചില അവസരങ്ങളിൽ അങ്ങനെയാകാൻ ശ്രമിക്കുന്നു എന്നത് ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഒരു മതിയായ ന്യായീകരണമാണോ? അല്ല, ബാലകൃഷ്ണപിള്ള ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ, ബാലകൃഷ്ണപിള്ളയെ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്. ബാലകൃഷ്ണപിള്ള പറഞ്ഞതിനെ സംബന്ധിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ബാലകൃഷ്ണപിള്ള പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്, അതിനെ നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ, പള്ളി പ്രസംഗങ്ങൾ പുറത്തു വന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. വേണു, എൻ്റെ കയ്യിൽ ഒട്ടനവധി യൂട്യൂബുകളിൽ പള്ളിയിൽ അല്ലെങ്കിൽ മതപ്രഭാഷകന്മാർ, മുസ്ലിം മതപ്രഭാഷകന്മാരുടെ പ്രസംഗത്തിൻ്റെ യൂട്യൂബിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നത് വേശ്യകൾക്ക് പണം കൊടുക്കുന്ന പോലെയാണ് എന്ന് പ്രസംഗിക്കുക. മറ്റൊരാൾ പറയുക, 15 വർഷം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടും നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുകളെ മുസ്ലിം ആക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് വിലപിക്കുക. ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ വേണു നേരത്തെ പറഞ്ഞു. നിമിഷയുടെ ഉദാഹരണം പറഞ്ഞിട്ട് പറഞ്ഞു, സംഗതി എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ മഞ്ചേരി പഠന കേന്ദ്രത്തിലേക്ക് പോയത് എന്ന്. നിമിഷയല്ല, മറ്റൊരു കുട്ടിയുടെ കാര്യം, ഒരു ആർമി ഉദ്യോഗസ്ഥയുടെ മകള് പോയത് മറ്റൊരു കുട്ടിയുടെ, അത് ഞാൻ വിചാരിക്കുന്നു അപർണ വിജയന്റെ കാര്യമാണെന്നാണ്. അപർണ വിജയൻ ആർമി ഉദ്യോഗസ്ഥയായിട്ടുള്ള മിനി വിജയന്റെ മകൾ അപർണ വിജയന്റെ കാര്യത്തിൽ എന്താണ് അപർണ വിജയൻ പറഞ്ഞത്? 8ാം ക്ലാസ് മുതൽ ഞാൻ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടയായി എന്നാണ്. വേണു, എനിക്കറിയില്ല വേണുവിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചിന്തയിൽ മതം എത്രയുണ്ട് വേണു? ആ കുട്ടിയെ മതത്തോട് ആകൃഷ്ടയാക്കണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കണം ആ കുട്ടിയെ? ഇത് ധാർമ്മികമാണോ? ശരി ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. ശ്രീ മായിനാജി, പള്ളി പ്രസംഗം പുറത്തു വന്നാലോ? വേണോ, പള്ളിപ്രസംഗം എന്നുദ്ദേശിക്കുന്നത് മുസ്ലിം പള്ളികളിലെ പ്രസംഗമാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഒരു മതത്തെയും ആക്ഷേപിക്കാറില്ല. ആക്ഷേപിച്ചതായി ആർക്കും തെളിയിക്കാൻ സാധിക്കില്ല. പള്ളിപ്രസംഗം പള്ളിക്കകത്തുള്ള ഹോണ് പോലെ തന്നെ പള്ളിക്ക് പുറത്ത് ഹോണുണ്ട്. ആർക്ക് വേണമെങ്കിലും കേൾക്കാവുന്ന തരത്തിലാണ് അവിടെ പ്രസംഗിക്കുന്നത്. അവിടെ പ്രസംഗിക്കുന്നതും അവിടെ ചർച്ച ചെയ്യുന്നതും പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും മാത്രമാണ്. അതിലൊന്നും തന്നെ മറ്റൊരു മതത്തെ മോശമാക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു മതങ്ങളോടുള്ള ബഹുമാനം അവരെങ്ങനെ ആദരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. ഒരു മതത്തെയും ഒരു മതചിഹ്നത്തെയും അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ അതിനെതിരായി ശക്തമായ നിലപാട് ഇവിടുത്തെ മുസ്ലിം സമുദായം എടുക്കും. മൈൻ ഹാജി പള്ളി പ്രസംഗം പബ്ലിക് മുഴുവൻ കേൾക്കുന്ന പ്രസംഗമാണ്. ഒരു സെക്കൻഡ് മൈൻ ഹാജി, ഞാൻ പറഞ്ഞോട്ടെ. പള്ളി പ്രസംഗം പബ്ലിക് മുഴുവൻ കേൾക്കുന്ന പ്രസംഗമാണ്. അങ്ങനെ പ്രസംഗിച്ചാൽ അത് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുന്നറിയാം. ഇവിടെ മതപ്രഭാഷകന്മാരായിട്ട് പോകുന്ന ഇതേ പള്ളി മൗലവിമാർ, അവിടെ മറ്റിടങ്ങളിൽ ഇസ്ലാം മതവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം മതത്തെ മോശമാക്കാൻ വേണ്ടി ഒരു വിഭാഗം കെട്ടിപ്പടുത്തതാണ്. അവസാനമായി ഇതാണ് ബാലകൃഷ്ണപിള്ള ഉണ്ടാക്കുന്ന കുഴപ്പം. പള്ളികളിലെ പ്രസംഗം പുറത്തു വന്നാൽ എന്താകുമെന്ന് ചോദിച്ചുകൊണ്ട് ഇതാണ് ബാലകൃഷ്ണപിള്ള ഉണ്ടാക്കുന്ന കുഴപ്പം. അദ്ദേഹം അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കും എന്നുള്ള ആ ഒരു തരത്തിലേക്ക് എങ്ങും സംസാരിച്ചില്ല. ഞാൻ അവസാനമായി പറയാണ്, അദ്ദേഹം വളരെ നിർവ്യാജമായ ഖേദം, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ പ്രസംഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, നിർവ്യാജമായ ഖേദം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 1. 2, ഈ പ്രശ്നത്തെ ഞാൻ പറഞ്ഞതുപോലെ, ആദ്യം തന്നെ പറഞ്ഞതുപോലെ, ചില പഴയ മാധ്യമപ്രവർത്തകരും അതുപോലുള്ള ചില നേതാക്കന്മാരും ചേർന്നിട്ട് ഇത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. പെരുന്നയുമായി മാത്രമല്ല നല്ല ബന്ധം പുലർത്തേണ്ടത്. ഇപ്പോ പെരുന്നയുടെ നിർദ്ദേശം നടപ്പാക്കുന്നത് അദ്ദേഹം വഹിക്കുന്ന ഒരു ചുമതലയുടെ ഭാഗമാണ് എങ്കിൽ, ഒരു ചുമതലയുടെ ഭാഗമാണ് എങ്കിൽ, ഒരു നിമിഷം നിങ്ങൾ ഇവരിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല, സമയം കഴിഞ്ഞു. പ്രശ്നം മനോജ്,
പെരുന്നയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം നിർവഹിക്കുകയാണ് അദ്ദേഹമെങ്കിൽ അത് അദ്ദേഹം അവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലയിലുള്ള ചുമതലയാണ്. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനാണ്, UDF സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്, മുൻ മന്ത്രിയാണ്, ഭരണഘടനാ പദവികളിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ രംഗത്ത് ഗൗരവതരമായി ഇടപെടുക എന്ന ചുമതല ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണിത്. മറ്റ് മതസമുദായ നേതാക്കളെ കാണണം, സംസാരിക്കണം, സൗഹാർദ്ദം ഉറപ്പാക്കണം. ഇതിനകത്ത് ഇപ്പോൾ 1 or 2 മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം പാർട്ടികളുടെ നേതാക്കന്മാർ, ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിന്റെ ആയാലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒക്കെ നേതാക്കന്മാരുമായി എല്ലാ ദിവസവും ലൈസണുള്ള ആളാണ് ബാലകൃഷ്ണപിള്ള സാർ. ഒരിക്കലും അദ്ദേഹം ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന ആളല്ല. അദ്ദേഹം എല്ലാ കാലത്തും എല്ലാ മറ്റ് സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരുമായി ശക്തമായ ബന്ധം ലീഗിനെതിരെ പോലും തന്റെ മകൻ ലീഗിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതിഷേധം നടത്തിയ ആളാണ് ബാലകൃഷ്ണപിള്ള സാർ. പറഞ്ഞത് ലീഗ് മതേതര പാർട്ടിയാണെന്നാണ്. അത് മായി നാജിയെ പോലുള്ള ആൾക്കാർ തിരിച്ചറിയണം. നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാര് നമ്മുടെ സുധാകരൻ അവസാനിക്കുന്നു.